നമ്മളിപ്പോൾ ഉള്ളതേ ഇപ്പൊ ട്രെൻഡിങ് ആയി ഏറി നിൽക്കുന്ന നമ്മുടെ മൃണാൾ എന്ന കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി റോഡിൽ ഇട്ടിട്ട് നടന്നാണ് വന്നത്. ഗൈസ്, ഇവിടെ ക്യൂ നിന്ന് ഫുഡ് ഓർഡർ കൊടുത്ത് പേ ചെയ്ത് ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ ഫുഡ് കിട്ടത്തുള്ളൂ. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കടയാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദാണ്ട് ഈ കാണുന്ന സ്ട്രോ ഉണ്ടോ, ഈ സ്ട്രോയ്ക്ക് 1 രൂപയാണ് ബില്ലിൽ ഈടാക്കിയേക്കുന്നത്. 2 സ്ട്രോയ്ക്ക് 2 രൂപയാണ് ബില്ലിൽ ഈടാക്കിയിരിക്കുന്നത്. 12 പീസുള്ള ഒരു പാക്കറ്റ് പപ്പടത്തിന്റെ റീറ്റെയിൽ വില നമ്മുടെ നാട്ടിൽ 20 രൂപയാണ്. ആ സെയിം ഒരു പാക്കറ്റ് പപ്പടത്തിന്റെ ഹോൾസെയിൽ വില 15 രൂപയാണ് നമ്മുടെ നാട്ടിൽ. ആ സ്ഥാനത്താണ് അണ്ണൻ ഒരു പപ്പടത്തിന് 7 രൂപ വെച്ച് ഈടാക്കി. ഇതാണോ യഥാർത്ഥത്തിൽ സാധാരണക്കാരന്റെ കട? അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട ഇതാണ്? ഫുഡിനൊന്നും ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. ഞങ്ങൾ മേടിച്ചു വെച്ച എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പീസ് ചിക്കൻ വരുന്ന ഈ ഒരു ദം ബിരിയാണിയും അതിന്റെ കൂടെ കിട്ടുന്ന അച്ചാറും സലാഡിനോടെ ഇവിടെ വരുന്ന റേറ്റ് 132 രൂപയാണ്. ഇതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മേടിച്ച ഈ പായസം അത് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കട ഫുള്ള് നീറ്റായിട്ട് കിടക്കുമായിരുന്നു. ഈച്ച ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഈച്ച ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാന്ന് അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്ര അങ്ങോട്ടൊന്നുമില്ല. അണ്ണൻ അത് നല്ല ബിരിയാണി കഴിക്കാത്തതുകൊണ്ടാണ്. ബിരിയാണി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിശന്ന് വരുന്നവരാണെങ്കിൽ ഇവിടെ കയറാതിരിക്കുകയാണ് നല്ലത്. എങ്ങനെ പോയാലും അരമണിക്കൂർ 30-35-40 മിനിറ്റ് എടുക്കും ഫുഡ് കിട്ടാൻ. വിശന്ന് ഫുഡ് കഴിക്കാൻ വരുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അല്ലെങ്കിൽ ഇനി പോയി കഴിക്കുന്നവരാണെങ്കിലും കഴിച്ചിട്ടൊരു അഭിപ്രായം അറിയിക്കണേ.